പല സ്ഥലങ്ങളിൽ നിന്നായി ഇവിടെ വന്ന് ആൾക്കാർ ബിരിയാണി കഴിക്കുന്നുണ്ട്. വയറ് നിറച്ച് കൊടുക്കുക, അതാണ് അതിൻ്റെ പുണ്യമാണ്. ഇവിടുത്തെ ബിരിയാണിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? എടാ എങ്ങനെയുണ്ടടാ? അപ്പോൾ ചങ്കുകളെ, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഒരു ഫുഡ് റിവ്യൂ ആയിട്ടാണ്. അപ്പം നമ്മളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ബിരിയാണിയൊക്കെ കഴിക്കുന്നവരാണ്. ഇതിപ്പം ഞങ്ങളുടെ നാട്ടിൽ വളരെ ഫേമസ് ആയ ഒരു ബിരിയാണി കിട്ടുന്ന കടയാണ് ഞങ്ങളിന്ന് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കായംകുളം ബഷീർ ദം ബിരിയാണി എന്നാണ് കടയുടെ പേര്. ഇത് കറക്റ്റ് എല്ലാവർക്കും മനസ്സിലാക്കണമെങ്കിൽ കായംകുളം MSM കോളേജിൻ്റെ നേരെ പടിഞ്ഞാറ് വശത്തായിട്ടാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. കാണണ്ടേ, അതാണ് MSM കോളേജ്. അപ്പം കായംകുളത്തെ ശരിക്കും അറിയപ്പെടുന്ന ബിരിയാണി കിട്ടുന്നൊരു കടയാണ് ഇത്. പല സ്ഥലങ്ങളിൽ നിന്നായി ഇവിടെ വന്ന് ആൾക്കാർ ബിരിയാണി കഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അകത്തോട്ട് പോയി നമ്മുടെ ബഷീർക്കാരുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അതുപോലെ തന്നെ ഇവിടുത്തെ ബിരിയാണി കൂടി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബാ. അപ്പം എന്താ, ഇതാണ് നമ്മുടെ ബഷീർക്ക. നമുക്ക് ഇക്കയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇക്ക നമസ്കാരം. ഇക്ക എത്ര വർഷമായി ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയിട്ട്? ബിരിയാണി തുടങ്ങിയിട്ട് 16 വർഷം. 16 വർഷം അല്ലേ? 14 ആക്റ്റീവാന്ന് തുടങ്ങിയിട്ട് 14 വർഷം. നേരത്തെ 10 രൂപ ബിരിയാണി കോളേജിലുള്ളവർക്ക് കൊടുത്ത്. നിങ്ങൾക്ക് ഏതൊക്കെ തരം ബിരിയാണിയാണ്? ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി. എല്ലാ ദിവസവും? എല്ലാ ദിവസവും. എനിക്ക് എന്തായാലും വയ്യ ആണല്ലേ. പിന്നെ നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയമൊക്കെ വന്നപ്പോൾ എങ്ങനെയാണ്? ഹോം ഡെലിവറി ആയിരുന്നു അതോ എങ്ങനെയായിരുന്നു? ലോക്ക്ഡൗൺ സമയത്ത് കുറച്ച് നാൾ ഞാൻ അടച്ച്. ആണല്ലേ. എല്ലാവർക്കും വേണ്ടി നമ്മളും സഹായിച്ചു. ആണല്ലേ. നമ്മുടെ തിരക്ക് കൂടുതലല്ലേ. അപ്പം രണ്ടാമത് നമുക്ക് ആരെങ്കിലും ചോദിച്ചാൽ നൽകുമെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് മറ്റെങ്ങും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അപ്പം അതിൻ്റെ ആ കാര്യം ഒന്ന് പറയാമോ? അതെന്ന് പറയുന്നത് ഈ രണ്ടാമത് ചോദിക്കുന്നത് എന്തിനാ, ഇനിയും വേണം, വയറ് നിറഞ്ഞില്ല. അപ്പം വയറ് നിറച്ച് കൊടുക്കുക, വൃത്തിയാകും. അതാണ് അതിൻ്റെ പുണ്യമാണ്. തീർച്ചയായിട്ടും. അപ്പം അതിനകത്ത് എന്ത് നഷ്ടം വന്നാലും നമ്മൾ ആണല്ലേ 100 മനസ്സോടെ കൊടുക്കുന്നത്. അപ്പം എല്ലാവർക്കും സന്തോഷമാവും, എല്ലാവർക്കും തൃപ്തിയാവും. അതാണ് ശരിക്കും വേണ്ടത്. അപ്പം ഒരു ബീഫ് ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി എടുക്കണേ. അതെ.
അപ്പോൾ വേണ്ട ഇവിടെ കുറച്ച് ചങ്കുകളിരുന്ന് ബിരിയാണി കഴിക്കുന്നുണ്ട്. നമുക്ക് അവരോട് കൂടി ബിരിയാണിയുടെ കൂടുതൽ കാര്യം നമുക്ക് ചോദിച്ചറിയാം, എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചറിയാം. ചേട്ടാ, ഇവിടുത്തെ ബിരിയാണിയെ കുറിച്ച് എന്താണ് പറയുന്നത്? നല്ല ബിരിയാണിയാണ്, കുഴപ്പമില്ല, മസാലയൊക്കെ നല്ല ഫ്ലേവറും ആണല്ലേ, കുഴപ്പമില്ല. ചോദിച്ചറിയാം. ചേട്ടാ, ഇവിടുത്തെ ബിരിയാണിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞങ്ങൾ കോളേജിൽ പഠിക്കുന്നതാണ്, അന്നേരം തൊട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 4 വർഷം 5 വർഷമാകുമ്പോൾ നമ്മൾ കഴിക്കാൻ തുടങ്ങി. അവിടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രണ്ടാമതെന്ന് ചോദിച്ചാൽ റൈസും കാര്യങ്ങളെല്ലാം തരും, കുഴപ്പമില്ല, നല്ല ബിരിയാണിയാണ്. ചേട്ടാ, ഇവിടുത്തെ ബിരിയാണിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചിട്ട് അവൻ പറഞ്ഞത് നല്ല ഫുഡാണ്, കഴിച്ചപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. ആണല്ലോ. അപ്പോൾ ഞങ്ങളെ കണ്ടല്ലോ, ഇതൊക്കെയാണ് ഇവിടെ കഴിക്കുന്നവർക്ക് ഇവിടുത്തെ ബിരിയാണിയെക്കുറിച്ചുള്ള അഭിപ്രായം. അപ്പോൾ നമുക്കും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇക്ക അവിടെ കുറച്ച് തിരക്കിലാണ്, അപ്പോൾ ഈ തിരക്കൊന്ന് ഒഴിഞ്ഞിട്ട് നമുക്കും ടേസ്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ബീഫിൻ്റെ പീസൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ, ചൂടാണ്. എങ്ങനെയുണ്ട് ഇഷ്ടം? അടിപൊളി, ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ചങ്ങകളെ, ഞാൻ കഴിക്കുന്ന ബീഫ് ബിരിയാണിയാണ്, ഇതാടാ മിഥിലാജ് കഴിക്കുന്ന ചിക്കൻ ബിരിയാണി. എടാ, എങ്ങനെ ഉണ്ടടാ? അടിപൊളി, സൂപ്പറാണല്ലേ? സൂപ്പറാണ്. അപ്പം നമുക്ക് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ചങ്കളെ, നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പം ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ, കാരണം കോളേജ് കൂടി വിട്ട സമയമാണ്. അപ്പം നല്ല തിരക്കാണ് ഇവിടെ. പിന്നെ ഇവിടെ പാഴ്സൽ സർവീസൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ വന്ന് ബഷീർക്കാരുടെ ബിരിയാണി കഴിക്കണം. ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു, നല്ല അടിപൊളി ബിരിയാണിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.